സോ ബബ്ബബ്ബ എന്നൊരു സിനിമ ഇന്നലെ കണ്ടു. പടം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പടം 2 വട്ടമായി കാണുന്നത്. രണ്ടാമത്തെ വട്ടം വൈകുന്നേരം ഫ്രണ്ട്സായിട്ട് പോയി കണ്ടു. എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ ഫസ്റ്റ് കാണണം, ആദ്യം തന്നെ പോയി കാണണം എന്നുണ്ടായിരുന്നു ഒരു സിനിമ. പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടാമത്തെ വട്ടം പോയി കണ്ടു. സിനിമ ചുരുക്കി പറഞ്ഞാൽ എനിക്കുണ്ടായി, വർക്കായില്ലയോ എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്കെന്ത് തോന്നി, ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്കുണ്ടായോ, എനിക്കിഷ്ടമായി. ഡീറ്റെയിൽ എനിക്ക് പുറമേ പറഞ്ഞാൽ ഇഷ്ടമായി, പക്ഷെ നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ രണ്ടാമത് വട്ടം പോയപ്പോൾ ഫ്രണ്ട്സായിട്ട് പോയത്, അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ടെക്ക് സൈഡും എന്തൊക്കെയാണ്, ഇത് എന്ത് ഷോട്ടാണ് എടുത്തേക്കുന്നത്, ഏത് ആംഗിളിലാണ് എടുത്തേക്കുന്നത്, എഡിറ്റിംഗ് എങ്ങനെയായോ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ആൾക്കാരാണ്. അവർക്ക് വർക്കായില്ല. ഇപ്പോൾ രണ്ടാമത് വട്ടം ഞാൻ കാണാൻ പോയ ഫ്രണ്ട്സായിട്ട് അവർക്ക് ഫിലിം വർക്കായിരുന്നില്ല. കാരണം അവർക്ക് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഫീൽഡ്, ആ ഒരു ഭാഗം അറിയില്ല. ഇതിൻ്റെ ഷോട്ട് എങ്ങനെയാണ്, ഇത് ഏത് ആംഗിളിലെടുത്താണ്, ഏത് ഷോട്ടിലെടുത്താണെന്ന് നോക്കാൻ അത് എൻ്റെ ഒരു സോണല്ല. അത്രയും ടെക്നിക്കൽ പരമായ രീതി നോക്കുന്നത്. എനിക്ക് കൂടിപ്പോയ ഒരു പടം നമ്മൾ സാധാരണ ഇങ്ങനെ പോയി കാണുന്നു, നമുക്ക് എന്ത് തോന്നി, ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് കൺസ്യൂമറിന് അവകാശമുണ്ടല്ലോ പറയാൻ, ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആക്ടിങ് ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആക്ടിങ് ആണ്, ആ ഒരു ഫീൽഡാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പടം, അഭിനയം, അല്ലെങ്കിൽ ആ കഥ എങ്ങനെ അവതരിപ്പിച്ചു, ഇവിടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഇവർ പറഞ്ഞു നോ ലോജിക്കാണ്, ഓൺലി മാഡ്നെസ് എന്നൊരു സാധനം വെച്ചാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ കഥ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിന് ഞാൻ അങ്ങനെ വക വെക്കുന്നില്ല, ഞാൻ കണ്ടിരിക്കാം, ആ ഒരു സംഭവമാണ് പടം. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോവാം. പടം തുടങ്ങുമ്പോൾ ഇത് ടൈറ്റിൽ കാർഡ് ഉണ്ടാവും. ടൈറ്റിൽ കാർഡ് എന്ന് പറയുമ്പോൾ ഈ വിജയ് പടങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ലോകേഷിൻ്റെ ലിയോയിലായിരുന്നു ഒരു ടൈറ്റിൽ കാർഡ് കണ്ടു. ലിയോയിലും കണ്ട്, ഞാൻ ഇതിലും കണ്ടു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എൻ്റെ ഫേവറേറ്റ് ടൈറ്റിൽ കാർഡ് വിജയുടെ ഗോട്ടിൽ സിനിമയാണ്. ആ സിനിമ പോരെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ കാർഡ് ഭയങ്കര രസമായിരുന്നു. ലിയോനെക്കാൾ എനിക്ക് പേഴ്സണലി വർക്കായത് ഗോട്ടിലെ ടൈറ്റിൽ കാർഡ്. അപ്പോൾ അതുപോലെ ഈ പടത്തിൽ ജനപ്രിയ നായകൻ ദിലീപ് എന്നുള്ള ടൈറ്റിൽ കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിയോ ഇൻസ്പിറേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാ, ഇത്തിരി ഇത് തോന്നിയത് ആ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നു. ഹൈപ്പ് കയറി എങ്ങോട്ട്, അത് ഒരു ഇലക്ഷൻ പാട്ട് പോലെ ആയിരുന്നു അത് കണ്ടപ്പോൾ, ഇറങ്ങിയപ്പോൾ തന്നെ. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറിക്സ് വൈസ് ഞാൻ ശോകമായിരുന്നു. ആ പാട്ട് ഈ ഇലക്ഷൻ പാട്ട് എഴുതുന്ന പോലെ ആയിരുന്നു, ആ പാരഡി ചെയ്യില്ലേ. ബട്ട് ആ ഡാൻസിന് ലാലേട്ടനും ദിലീപും ഡാൻസ് കളിക്കുമ്പോൾ ആ ഒരു വൈബായിരിക്കുമല്ലോ കണ്ടിരിക്കാൻ. ഇവർക്ക് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഏജ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഒരുമിച്ച് ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഒരു പാക്ക്ഡ് ക്രൗഡ് കൊണ്ട് നിറഞ്ഞൊരു തിയേറ്ററിൽ കാണുമ്പോൾ ഇവരുടെ ഡാൻസൊക്കെ കാണുമ്പോൾ ഒരു വേറെ വൈബായിരിക്കും. ഞാൻ ഈ കവിതാ തിയേറ്ററിൽ ഇത് മിസ് ചെയ്യുക. അവിടെ പോകണ്ടെന്ന് പ്ലാനായിരുന്നു. ഞാൻ പത്മയിലാണ് ഏറ്റവും അധികം കണ്ടത്. കവിതയെ പോകണമെന്ന് തോന്നി, ഞാൻ തുള്ളായിരുന്നു അവിടെ ചെന്നിട്ട്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നതാണ്. പാട്ട് ശോകമാണെങ്കിലും ലാലേട്ടനും ദിലീപും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു ഏട്ടൻ കോംബോ രസമായിരുന്നു. അതുപോലെ തന്നെ ആ ഡാൻസും എനിക്ക് തോന്നി, ഇത് ലിയോ പിന്നെ റെഡി ചെയ്ത വരവ ട്രാക്ക് ഉണ്ടല്ലോ, ആ സെറ്റപ്പ് തന്നെയാണ് ഈ പാട്ടും. ടൈറ്റിൽ കാർഡ് വന്നതും അതുപോലെ തന്നെ ഈ പാട്ട് അഴിഞ്ഞാട്ടം, സോങ്ങിൻ്റെ പേര് ഇപ്പോൾ ഓർത്താം, അഴിഞ്ഞാട്ടം, അതും ഈ സെറ്റപ്പ് തന്നെയാണ്. ലിയോല ഞാൻ റെഡി ചെയ്ത വരവ എന്നൊരു ട്രാക്ക്, ആ ഒരു വൈബ് തന്നെ അതും പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫിലിമിൻ്റെ ക്ലൈമാക്സിൽ ഒരു തമിഴ്നാടൻ വരുന്നുണ്ട്, ക്യാമിയോ. ബട്ട് ക്യാമിയോ ഒക്കെ നേരത്തെ അറിഞ്ഞു, പടം ഇറങ്ങുന്നതിന് മുമ്പ് റൂമേഴ്സിന് വരുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ഗില്ലി യൂണിവേഴ്സിൽ നിന്ന് ഓൾറെഡി കേട്ടു. അപ്പോൾ ഓക്കെ, എനിക്ക് തോന്നിയത് വിജയ് വരില്ല. കമൻറ്റ് സെക്ഷൻ മൊത്തം വിജയ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ചാൻസ് കുറവാണ്. പ്രകാശ് രാജിനൊരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇവരാരുമല്ല, ഒരു നടൻ വരുന്നുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. എനിക്ക് ഇങ്ങനെയുടെ ആക്ടിങ് സ്റ്റൈൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ എല്ലാവർക്കും ഇയാളുടെ ആക്ടിങ് സ്റ്റൈൽ ഇഷ്ടമാവണമെന്നൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വലിയൊരു എന്താ പറയുക, ഇഷ്ടമുള്ള നടനാണ്. എവിടെയൊക്കെയോ ഒരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ ഈ ആക്ടിങ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, നമ്മൾ ചെയ്യുന്ന വർക്ക് നാടകത്തിലൊക്കെ. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു സോണായിട്ട് ഇയാളുടെ ആക്ടിങ് വരും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടാവില്ല, ഈ ക്യാമിയോ എന്തിനാണ് ഇയാൾ വിളിച്ചു വരുത്തിയെന്ന് തോന്നും, അത് നിങ്ങളുടെ ചിന്തയാണ്. ബട്ട് സ്റ്റിൽ കൂലി എന്ന സിനിമയിൽ അമീർ ഖാനെ വിളിച്ചു വരുത്തിയിട്ട് കോമാളിയാക്കി വിട്ട് അത്രയും വരില്ല. ഇവിടെ അത്യാവശ്യം നല്ല റോൾ ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ സോൺ ഈ ഒരു ആക്ടിങ് ആണ്, അതുകൊണ്ട് വർക്കായിരുന്നു പടത്തിൽ. കൂലി ഭയങ്കര അലമ്പായിരുന്നു. കൂലിയിലെ ലാസ്റ്റ് അമീർ ഖാൻ, നമ്മൾ ഒരു വലിയൊരു സംഭവം എക്സ്പെക്ട് ചെയ്യലോ, പിന്നെ അമീർ ഖാൻ വന്നിട്ടൊരു
എനിക്കൊരു മണ്ടൻ ക്യാരക്ടറാക്കി ചെയ്ത് വെച്ച പോലെയായിരുന്നു തോന്നിയത് ക്യാമിയോ സ്പെഷ്യൽ അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ട്. ഈ പടത്തിൽ വരുന്ന ഈ ക്യാമിയോ ആരാണ്, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ അപ്പിയറൻസ് ആരാണോ ആ വ്യക്തി ഈ പടത്തിന് പറ്റിയ ആൾ തന്നെ. ഒരു നോ ലോജിക് ഓൺലി മാഡ്നസ് ഈ ഒരു ആ ഒരു സോണിന് പറ്റിയ ഒരാളാണ് പ്രോപ്പർ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ക്യാമിയോ കണ്ടപ്പോൾ. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ആക്ടിങ്. ഞാൻ പടം ഓൾറെഡി പടത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങുന്ന ഈ വിധിയൊക്കെ വന്നതിന് ശേഷം ദിലീപിൻ്റെ, അതിന് മുമ്പ് 2-3 മാസം മുമ്പ് ടീസർ വരുന്നത്. പോസ്റ്റർ വരുന്നത് തന്നെ ഐ തിങ്ക് 1 ഇയർ ആയിട്ടുണ്ടാവും. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ബബ കാണണം. കാരണം എന്തൊരു മാജിക്കൽ കിടക്കുന്നുണ്ട്. ഒരു എനർജറ്റിക് ഫിലിം ആയിരിക്കും. ഇപ്പോൾ ദിലീപിൻ്റെ ലുക്ക് കണ്ടാലും ഒരു പെർഫോമേറ്റീവായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു ഹോപ്പ് വയ്ക്കുമല്ലോ നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ കളങ്കാവലിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് മമ്മൂട്ടിയുടെ ഇരുത്തവും ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാളൊരു ഹെവി നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ ബബയുടെ പോസ്റ്റർ 1 കൊല്ലം മുമ്പ് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നു, ഓക്കെ എങ്ങനെയായിരിക്കും പടം. ബട്ട് ടീസറും ട്രെയിലറും വന്നപ്പോൾ ഇവർ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നൊരു സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഐ തിങ്ക് ഇവർക്ക് തന്നെ അറിയാം പടത്തിലൊന്നും ഇല്ല. പടം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ശരിക്കും. പിന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നൊരു ടാഗ് ലൈൻ, അല്ലെങ്കിൽ ലോജിക് ഓപ്ഷനൽ ഈ ഒരു സാധനം കൊടുത്തപ്പോൾ പിടികിട്ടി. സിനിമ എനിക്ക് തോന്നുന്നു കഥ വൈസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു എൻ്റർടൈനർ എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ധാരാളം കിട്ടും എന്ന് മനസ്സിലായി. അത് തന്നെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയെക്കുറിച്ച് എനിക്കൊരു ഒരു ആവറേജ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഉള്ളൂ, ഒരു മിഡ് പ്ലോട്ടേ ഉള്ളൂ. പക്ഷേ പടം എവിടെയോ നമ്മളെ പിടിച്ചിരുത്തിയത് ഈ വരുന്ന പ്രതീക്ഷിക്കാണ്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട്, അവരും അതുപോലെ റെഫറൻസ് ഉണ്ട് പടത്തിൽ. കോമഡി കുറവായിരുന്നു ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. എനിക്ക് കോമഡി കുറവായിട്ട് ഈ വരുന്ന കൗണ്ടേഴ്സ് അത് കുറവേ ഉള്ളൂ, ഉണ്ട് ബട്ട് കുറവാണ്. കൂടുതലും വന്നേക്കുന്ന റെഫറൻസ് ആണ്. ഈ ആക്ടേഴ്സ് ഇവരുടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ തന്നെ ട്രോളുന്ന രീതിയിലും, അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങളെ ട്രോളുന്ന രീതിയിലും. ഇപ്പോൾ ചെറിയൊരു മറ്റുള്ള രീതി പറഞ്ഞാൽ ഇതിൽ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഒരു ക്യാരക്ടർ നമ്മുടെ ആ പടത്തിൽ, പഴയ മോഹൻലാലിൻ്റെ പടം ഉണ്ടല്ലോ, അതിൽ പറയുന്ന ഡയലോഗ് ഇതിൽ വേറൊരു ആക്ടർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിലുണ്ട് മറ്റേ ട്രെയിലറിൽ കണ്ടല്ലോ നമ്മുടെ ദേവൻ എന്ന് പറഞ്ഞ ആക്ടർ, സ്ഥിരം വില്ലനൊക്കെ ചെയ്യുന്നതും സ്ഥിരം തട്ടിപ്പോകുന്നതും പഴയ സിനിമകളിൽ. ദേവ്ജി, ഇപ്പോൾ പേരതാണ് ദേവ്ജി. പുള്ളിക്കാരൻ ഈ ഫിലിമിലും ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ദേവ്ജി തന്നെയാണ്. പേര് വിളിച്ചപ്പോൾ തന്നെ കയ്യടി ഉണ്ടായിരുന്നു. അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ആ ഡയലോഗ് ട്രെയിലർ ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. ആൻഡ് ഓൾസോ മുകുന്ദൻ ഉണ്ണി, നമ്മുടെ സലീം കുമാർ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ വിനീത് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, കാരണം വിനീത് ശ്രീനിവാസൻ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ഫിലിം ചെയ്തുകൊണ്ട് ആ ഒരാൾ ചോദിക്കുമ്പോൾ കൗണ്ടറായിട്ട് വന്നൊരു ഉത്തരം ഒറിജിനൽ എന്നാണ്. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റെഫറൻസ് ആണ് മെയിൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് ഉള്ളൂ പടം, പ്ലോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ആവറേജ് ഉള്ളൂ. പക്ഷേ അതിൻ്റെ മേലെ എനിക്ക് തോന്നിയത് പടത്തെ രസകരമായി കൊണ്ടുപോയത് ഈ പടത്തിൽ വന്ന റെഫറൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീറ്റർ ഇത്രയും റെഫറൻസ് വേണ്ടായിരുന്നു എന്ന് തോന്നും, ചിലവർക്ക് കുറവായിരുന്നു എന്ന് തോന്നും. എനിക്ക് ഇതിൻ്റെ മീറ്റർ കറക്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ അതിലൂടെയാണ് ഈ പടം പോകുന്നത്. ആ റെഫറൻസ് വരുന്നത് ഭയങ്കര എൻ്റർടൈനറാണ്. ഇവരെ ട്രോളുന്നതും മറ്റുള്ളവരെ ട്രോളുന്നതും. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ വേഴ്സസ് ധ്യാൻ ശ്രീനിവാസൻ, കുറച്ച് എനിക്കെല്ലാം പറയാൻ പറ്റില്ല. അത് തിയേറ്ററിൽ കാണാമെന്ന് പറയുന്നതും, ഇത് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ പോകരുത് തിയേറ്ററിൽ. പിന്നെ ആ ഒരു ക്രൗഡും വൈബും കുറയുമല്ലോ. ഇത് ഫസ്റ്റ് കൂടിപ്പോയ ഒരാഴ്ച എന്നൊരു ഗ്യാപ്പിൽ നല്ലൊരു ലോക്കൽ തിയേറ്റർ എടുത്ത് കാണുവാണെങ്കിൽ രസമായിരിക്കും. ഇപ്പോൾ എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ വനിതയിൽ പോകാം, കവിതയിൽ പോകാം. ഞാൻ കവിതയിൽ പോകാൻ പറ്റാത്തതിൻ്റെ എനിക്ക് ആദ്യം പ്ലാൻ എനിക്ക് മടിയായിരുന്നു കവിതയിൽ പോകാൻ. ബിക്കോസ് മീൻസ് വൈബ് ഉണ്ടാവുമെങ്കിലും തിയേറ്ററിൻ്റെ സ്പീക്കറും സ്ക്രീനും പ്രൊജക്ടറൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡാണ്. അപ്പം നമുക്ക് അങ്ങനെ ക്ലിയർ ആവില്ലല്ലോ. ബട്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ കവിതയിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി തോന്നിയത്, ഈ മോഹൻലാൽ എന്നൊരു ഫാക്ടർ അതൊരു ക്രൗഡ് പുള്ളിങ് ആയിരുന്നു. കാരണം അല്ലെങ്കിൽ ദിലീപിനെ വെച്ച് മാത്രം പോയി കഴിഞ്ഞാൽ പടത്തിരി പണിയാവും കയറി കിട്ടാൻ. ഇപ്പോൾ പിന്നെ ഒരു പുഷ് വരുന്നത് മോഹൻലാൽ എന്നൊരു ഇതുകൊണ്ടാണ് ആൾക്കാരെ തിയേറ്റർ വരുന്നതെന്ന് എനിക്ക് തോന്നി. ദിലീപിനെക്കാളും മേലെ ഇപ്പോൾ ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെയായിരുന്നു. എനിക്കിഷ്ടമാകാത്തൊരു പടമാണ്. മമ്മൂട്ടിക്ക് വേണ്ടിയാണ് അവിടെ ആൾക്കാർ വന്നിട്ടുള്ളത്, അത് ജയറാമിന് വേണ്ടിയല്ല. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
മമ്മൂട്ടിക്ക് വേണ്ടിയാണ് അവിടെ ഓസ്ലർ. അതുപോലെ ഇവിടെ മോഹൻലാൽ തന്നെ ഒരു സംഭവം കാണണമല്ലോ. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ആൾക്കാർ വരലാണ്. ദിലീപിനെക്കാളും മേലെ ദിലീപിനെ ഫാക്ടർ ഉണ്ട്, അഫ്കോഴ്സ് ഉണ്ട്. ഒരു പോളിംഗ് നടന്നു റീസെൻ്റ്ലി ഫിലിം ഇറങ്ങുന്ന മുമ്പ്. നിങ്ങൾ എന്ത് കാരണത്താലാണ് ബബ്ബ കാണാൻ പോകാൻ പ്ലാൻ ഇട്ടത്? മോഹൻലാൽ ഉണ്ടായിരുന്നു ഓപ്ഷനിൽ, ദിലീപ് ഉണ്ടായിരുന്നു, ധ്യാൻ ഉണ്ടായിരുന്നു, വിനീത് ഉണ്ടായിരുന്നു. കൂടുതൽ പേരും വോട്ടിംഗ് റിസൾട്ടിലൊക്കെ മോഹൻലാലാണ് വന്നത്. പക്ഷേ ഞാൻ എടുത്ത ദിലീപായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ദിലീപിൻ്റെ ഒരു പെർഫോമേറ്റീവായിട്ട് റോള് കണ്ടിട്ട് കുറേ നാളായി. അതായത് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ റീസെൻ്റ്ലി വന്ന പടം പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ പവി കെയർ ടേക്ക്. ബട്ട് പവി കെയർ ടേക്കറും പ്രിൻസ് ആൻഡ് ഫാമിലിയിലും സ്റ്റിൽ ആ ഒരു സംഭവം ഒരു എനർജി എന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ പടത്തിലുണ്ടാവും. ഭയങ്കര എനിക്ക് തോന്നിയ കാര്യം, ദിലീപ് ഭയങ്കര എൻജോയ് ചെയ്ത മീൻസ് ക്യാരക്ടർ അങ്ങനെയാണ്, പക്ഷെ അത് ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് തോന്നും. എല്ലാ ക്യാരക്ടേഴ്സ് ആയാലും ദിലീപിൻ്റെ മാത്രമല്ല മോഹൻലാലിൻ്റെ ആയാലും ഫൈറ്റ് ചെയ്യണ സീനിലൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഒരു ഭ്രാന്തമായ ചിരി ചിരിച്ചിട്ട് ഒക്കെ ചെയ്യുന്നൊരു ഫൈറ്റും. അപ്പോൾ പെർഫോമേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് ദിലീപിനെ കണ്ടിട്ട് കുറേ നാളായി. കാരണം എനിക്ക് ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ മൂവീസ് ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, CID മൂസി ഉണ്ട്, പറക്കും തളികയുണ്ട്, പഞ്ചാബി ഹൗസ് ഉണ്ട്. ബട്ട് ഒരു ക്യാരക്ടർ കഥാപാത്ര ആളാണ് അവതരിപ്പിച്ചു എന്ന രീതിയിൽ നോക്കുമ്പോൾ ചക്കരമുത്തുണ്ട്, തിളക്കമുണ്ട്, കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആസ് എൻ ആക്ടർ ഒരു ഇപ്പോൾ സീരിയസ് റോളാണെങ്കിൽ ഇപ്പോൾ വാളയാർ പരമശിവം. അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട് ചെറുപ്പത്തിൽ പെർഫോമൻസ് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ കയറിയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ദിലീപ് ചെയ്തിട്ടുള്ള. ഇതിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ കൽക്കട്ട ന്യൂസ് സിനിമയിൽ. അതുപോലെ ഇനിയുണ്ടല്ലോ. ബട്ട് നമ്മുടെ മെയിൻ മനസ്സിൽ വരുന്നത് ഇതൊക്കെ തന്നെ, അണ്ടർ റേറ്റഡ് മാറ്റി വെച്ചിട്ട് പോപ്പുലർ ആയിട്ടുള്ള വാളയാർ പരമശിവം. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ ഈ ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ ഈ പപ്പയുടെ ഓക്കെ അങ്ങനത്തെ ഒരു സാധനം ദിലീപിനെ കിട്ടും. അതെന്തായാലും എനിക്ക് കിട്ടി. പേഴ്സണലി എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഒരു പ്രിൻസ് ആൻഡ് ഫാമിലിയിലൊന്നും നമുക്ക് കിട്ടാണ്ട് പോയ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഉണ്ട് ദിലീപിൻ്റെ. ആൻഡ് ഓൾസോ സിനിമയായി കാണാം, റിയാലിറ്റിയിൽ വെച്ച് കൂട്ടിക്കുഴച്ച് വെക്കേണ്ട, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അങ്ങനെ പോയി കണ്ട ഒരു പാക്കഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ പോയി കണ്ട ക്രൗഡിൻ്റെ ഒപ്പമൊക്കെ കണ്ട എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. അല്ലാണ്ട് വളരെ വൈകി പോയി കണ്ട ഒരു വർക്കാവില്ലേ ഫിലിം. പിന്നെ മീൻസ് നമ്മൾക്ക് നെഗറ്റീവ് നോക്കാനോ ലോജിക്ക് നോക്കാൻ നിന്നാ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് തോന്നും ഇതിൽ ഈ കഥാപാത്രം എന്തിനു വന്നു, ഇത് വന്നിട്ട് എന്ത് ചെയ്തിട്ടാ പോയേ. പക്ഷെ ഉള്ള പറയാലോ, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. നോക്കേണ്ട ആവശ്യകതയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, നമ്മുടെ മലയാളി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നോക്കും ലോജിക്ക്. അതായത് ഇപ്പോൾ ഒരു ബാലയെ അഭിനയിക്കുന്ന പടം അറിയായിരിക്കില്ല എങ്ങനത്തെ ഒരു പടമാണെന്ന്. അയാൾ നല്ല നല്ല ഫിലിംസ് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് പൊതുവെ ആൾ ആക്ട് ചെയ്യുന്ന ഫിലിം ഓഡിയൻസിന് വേണ്ടി മാസ് മസാല, ഗോഡ് ഓഫ് മാസ് എന്നൊക്കെയാണല്ലോ പുള്ളീനെ വിളിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ ബാലയുടെ പടത്തിന് പോലും ലോജിക്ക് നോക്കുന്ന ടീംസ് ഉണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോൾ പടം എന്തോ ആയിക്കോട്ടെ, ഫൈറ്റ് സീൻസ് വരുമ്പോൾ ഇയാൾ ഇടിക്കുമ്പോൾ തന്നെ 10 പേര് തെറിച്ച് പോകുന്നത് പറഞ്ഞ് സ്റ്റിൽ ലോജിക്ക് നോക്കുന്ന ടീംസ് ഉണ്ട്. അങ്ങനെ ഉണ്ടപ്പോൾ പിന്നെ ഇവിടെ എന്ത് പറയാൻ, ഇവിടെ ലോജിക്ക് നോക്കരുത്, ജസ്റ്റ് എൻ്റർടൈനറാണെന്ന് പറഞ്ഞ് ഓൾറെഡി പ്രൊമോട്ട് ചെയ്തൊരു ഫിലിം. അതൊരു സ്ട്രാറ്റജിയാണ്. ബട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത ഫിലിമിൽ പോലും ഓഡിയൻസ് വന്ന് അതെന്താ ഇവിടെ ഇതെന്തിനാ ഇവിടെ വന്നതിന് നോക്കിയിട്ട് കാര്യമുണ്ടോ? പിന്നെ ലോജിക്ക് നോക്കുന്നവർക്ക് നോക്കാം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്, അല്ലാണ്ട് അതാണ് ശരിയെന്നല്ല. ഇപ്പം ഞാൻ ഈ പടം കണ്ടു, എനിക്ക് എന്ത് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ടൈറ്റിൽ കാർഡ് ഉണ്ട്, ഓക്കെ, വന്ന ക്യാമിയോ, എനിക്ക് ഇഷ്ടമുള്ള ആക്ടറായിരുന്നു വന്ന ഗസ്റ്റ് അപ്പിയറൻസ് ക്യാമിയോ, പിന്നെ മീൻസ് മിഡ് പ്ലോട്ട് വൈസ് നോക്കി മിഡുള്ളൂ. ബട്ട് റെഫറൻസ് വൈസ് ഇങ്ങനെ മേലെ കുറച്ച് നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. റെഫറൻസിലാണ് പിടിച്ചിരുത്തിയത് പടം, അല്ലാണ്ട് പ്രത്യേകിച്ച് പടത്തിലൊന്നുമില്ല. പക്ഷെ അതാ പറഞ്ഞാൽ ഒരു ക്രൗഡായിട്ടുള്ള ഓഡിയൻസിനൊപ്പം വന്ന് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ് ബബ്ബ. അതെന്തായാലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അല്ലാണ്ട് OTT കാണുമ്പോഴോ ഫോണിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോഴോ കിട്ടില്ല ഒരു വൈബ്. അങ്ങനെയായിരുന്നു അപ്പോൾ സിനിമയെ കാണാം. നല്ലൊരു എൻ്റർടൈനറാണ്, ആ ഒരു സാധനമുണ്ട്. എൻ്റർടൈനറാണ്, ഒരു വൺ ടൈം വാച്ചബിൾ ആണെങ്കിൽ തീർച്ചയായും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. നല്ലോണം ഈ പടം വർക്കായവർക്ക് വേണമെങ്കിൽ രണ്ടാമത് വട്ടം കാണാം. കാരണം ചിലവർക്ക് മോഹൻലാൽ ഒരു ഫാക്ടറാവും രണ്ടാമത് വട്ടം കാണാൻ. ഓക്കെ, മോഹൻലാലിന് വേണ്ടി രണ്ടാമത് വട്ടം കാണാൻ പോവാം. സോ ഞാൻ 2 വട്ടം കണ്ടു, ഒരു വട്ടം തന്നെ പോയി കണ്ടു, എനിക്ക് നല്ലോണം വർക്കായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാരണങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ. ബട്ട് നമ്മളിതിൻ്റെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു മാർക്ക് ആൻ്റണി അല്ലെങ്കിൽ ഈ സാധനങ്ങളെ പിടിക്കാൻ നോക്കിയത്. മറ്റേ മാർക്ക് ആൻ്റണിയിലെ അവസാനത്തിൽ ഫൈറ്റ് ഉണ്ട്, മീറ്റ് മൈ അനാക്കൊണ്ടാന്നും പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ട്. ആ സാധനം ഈ പടത്തിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്, പോലീസുകാരൊക്കെ ആയിട്ടൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്, വെടിവെക്കലും അതും ഇതും. മാർക്ക് ആൻ്റണി ആയിട്ട് ചെയ്യാൻ നോക്കിയതാ, കമ്പാരിറ്റീവ്ലി അങ്ങനെ വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ഇതായി കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് അവരൊരുപാട് ടെക് സൈഡ് നോക്കുന്ന ആൾക്കാരാണ്. എഡിറ്റിങ് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത്ര ഷോട്ട് വേണോ, ഇതിനാണ് ഇത്ര എടുത്ത് വെച്ചത്,
എൻ്റെ ഒരു സോണല്ല അത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാത്ത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാൻ പോരായ്മകൾ. ബട്ട് എല്ലാം മറന്നു ഞാൻ പറഞ്ഞ പോലെ ഫണ്ണാണ് പടം. ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ പോവാം. പിന്നെ അങ്ങനെ ആയിരുന്നു ബബ്ബ. ഒരു എൻ്റർടൈനർ ആയിരുന്നു പടം. അങ്ങനെ. സോ താങ്ക് യു.